മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. ഞാൻ കൂടെ കിടന്ന തീരാവുന്ന പ്രശ്നം മാത്രമേ നിങ്ങൾക്കുള്ളൂ അല്ലേ ചേട്ടാ? ഞാനൊന്ന് കൂടെ കിടന്ന തീരാവുന്ന പ്രശ്നം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അവള് കാര്യമായിട്ട് പറഞ്ഞതാണോ അതോ ആക്കിയതാണോ? ഈശ്വര, വെറുതെ കൊതിപ്പിക്കല്ലേ. അതുള്ളെങ്കിൽ ഞാൻ കിടക്കാം. പക്ഷെ ഇവന്റെ ഉന്നയിച്ചു കയ്യിലെങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ്. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. ഈസി നിങ്ങളെന്തേ നോക്കുന്നത്? ഇവിടെ ഞാനൊരു കലക്കും എന്റെ കറവേട്ടാ. എന്താ വാതിലടക്കണ്ടേ? ഞാൻ തൊട്ടെ തൊട്ടെ. നീ എന്താണ് ഇവിടെ കക്കൂസിലിരിക്കരുതാ? എടാ, ഞങ്ങൾ ഈ പ്രശ്നം ഒന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുമോ നോക്കട്ടെ. ചെല്ല്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അല്ല, അപ്പൊ ഇതുവരെ തുടങ്ങിയില്ലേ? എന്താന്ന്? നിങ്ങൾ ഇതുവരെ തുടങ്ങിയില്ലേന്ന്? നിന്നെ തല്ലാതെ പ്രശ്നം തീർക്കാൻ പറ്റുമോ നോക്കട്ടെ ഞങ്ങള്. ചെല്ല്, ഇറങ്ങിപ്പോടാ. നന്ദു എങ്ങോട്ടും പോകുന്നില്ല. യോജിച്ച് നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലും. നന്ദു ഇവിടെ നിന്നോട്ടെ. നന്ദു സഹകരിച്ചു. ചേട്ടൻ വാ, പ്രശ്നം തീർന്നു. അതൊന്നും നടക്കില്ല. അതൊന്നും പോലെ നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. തീർക്കണ്ടേ? അത് നമുക്ക് തീർത്താ വരെ. നമുക്കിടയിൽ ഇവനെന്തിനാ? ഇവന്റെ മുന്നിൽ വെച്ചൊന്നും പറ്റില്ല. നിനക്ക് എന്റെ മുന്നിട്ടല്ലേ എന്റെ ഭർത്താവിനെ തല്ലണം എന്ന് പറഞ്ഞു. ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ് അല്ലേ? അപ്പൊ എന്റെ ഭർത്താവിന്റെ മുന്നിട്ട് എന്താണോ ചെയ്യാൻ പറ്റണം നീ അത് ചെയ്താൽ മതി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.